കൊല്ലത്ത് റോയൽ കസ്റ്റമേഴ്സ് കാറുണ്ട്. ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്, ഞാൻ ഒരുപാട് വീഡിയോസ് പറഞ്ഞ ക്രൂസർ ക്രൂസർ സെഗ്മെൻറ്റിൽ പറഞ്ഞ റോയൽ എൻഫീൽഡ് വണ്ടി ഒന്ന് തണ്ടർബേർഡായിരുന്നു. എനിക്ക് വന്ന് ഫസ്റ്റ് വന്ന് തണ്ടർബേർഡിൽ ദിവസം ലൈറ്റ്നിങ് 530 പറഞ്ഞ വണ്ടി വന്നു. 558 ലൈറ്റ്നിങ് വന്നിരുന്നു. 98 തോന്നുന്നു എടുക്കാം. അപ്പം അതിന് ശേഷം വന്ന് തണ്ടർബേർഡ് വന്നു. ഇപ്പം ലാസ്റ്റ് വന്നത് മെറ്റിയോർ, സൂപ്പർ മെറ്റിയോറിൽ വന്നിട്ടുണ്ട് ക്രൂസർ എന്ന വണ്ടിയുടെ സെഗ്മെൻറ്റ്. അപ്പോൾ യഥാർത്ഥ ക്രൂസർ എന്താണ്, അപ്പോൾ നമുക്ക് ഈ ക്രൂസർ വണ്ടി പരിചയപ്പെടുത്തുന്നത് എന്താണ്, യഥാർത്ഥ ക്രൂസിങ് മികവുള്ള വണ്ടി എന്നുള്ളത് ഞാൻ നിങ്ങളെന്ത് പരിചയപ്പെടുത്താവുന്ന ജോസങ്ങിൻ്റെ അഖില 450 cc എന്നൊരു വണ്ടിയാണ്. പിന്നെ നമുക്കറിയായിരിക്കും അത് 650 cc 75 bhp പവർ വരുന്ന വണ്ടിയുടെ, അത് ഏറ്റവും മോസ്റ്റ് പവർഫുൾ വണ്ടിയാണ്. ക്രൂസർ സെഗ്മെൻറ്റിൽ രീതിയിലുള്ള വണ്ടി, ഇതിൽ അന്നേരം വെച്ചായിരിക്കും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് തോന്നുന്നു 4 പാറ്റോയ്ക്ക് വരെ 59 bhp മാത്രമേ പവർ വരുന്നുള്ളൂ. ആ ഒരു സെഗ്മെൻറ്റിലാണ് 650 cc ആയിട്ട് വരുന്ന വണ്ടിക്ക് 75 bhp പവർ വരുന്നത് കേട്ടോ. അപ്പോൾ ക്രൂസിങ്ങിന് എന്താണ് മികവ് എന്നുള്ളത്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എങ്ങനെയാണ് ക്രൂസിങ് എന്ന സെഗ്മെൻറ്റിലേക്കാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ക്രൂസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്നാ പറയാം. ഇപ്പം ഞാനീ വണ്ടിയിലിരുന്നു, ഞാൻ കംഫർട്ടാണ്, ഫുൾ കംഫർട്ടാണ്. പിന്നെ അതേമാതിരി എൻ്റെ കൈ നോക്കുക, കൈ ഫ്രീ ആണ്, കൈ ഇവിടെ സ്ട്രെയിൻ ചെയ്തില്ല. അതായത് ഹാൻഡിൽ ബാർ പിടിക്കുന്നതെങ്കിൽ കൈക്ക് യാതൊരു സ്ട്രെയിനും, കൈൻ്റെ ജോയിൻറ്റിനോ എൽബോനോ ഷോൾഡറിനോ ഒന്നും തന്നെ യാതൊരു സ്ട്രെയിനും ഇല്ല വണ്ടിക്ക്. പിന്നെ അതേമാതിരി നോക്കുക, കാല് ബ്രേക്കിങ്, നമ്മൾ കാല് ബാക്കിയുള്ള വണ്ടികളുടെ കാലിൻ്റെ ഫൂട്രസ്റ്റ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ക്രൂസിങ് വണ്ടിയാകുമ്പോൾ ഫോർവേഡ് കൺട്രോളാണ് വരിക. അതായത് നമ്മൾ കാല് നീട്ടി വെച്ച് യാത്ര ചെയ്യുക, അതായത് കൈക്ക് യാതൊരു സ്ട്രെയിനും കൊടുക്കാതിരിക്കുക. അതാണ് ക്രൂസിങ് വണ്ടിയോട് ഉദ്ദേശിക്കുന്നത്. ഇതാണല്ലേ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും. ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാറിൽ പോകുന്ന യാത്ര സുഖമാണ്. ഒരു കാർ എത്ര ഫ്രീ ആയിട്ട് നമ്മൾ കാർ ഓടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഫ്രീ ആയിട്ട് നമ്മൾ കാറിൻ്റെ സീറ്റിലിരുന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ആ ഒരു സെയിം എഫക്റ്റാണ് ക്രൂസർ വണ്ടി പക്കാ ക്രൂസർ വണ്ടി ഓടിക്കുന്നത് കിട്ടുക. ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ അത് കിട്ടുന്നുണ്ട്. അതായത് ബ്രേക്കിംഗ് ആണെങ്കിലും കൂടെ ഫോർവേഡ് കൺട്രോളാണ് വരിക. മെയിൻ ഹാൻഡ്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ മെയിൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഹാൻഡ്ലിംഗ്. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പിടിക്കുക. അതേമാതിരി സീറ്റിൽ നല്ല തൈ സപ്പോർട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതുണ്ടല്ലേ, നല്ല സപ്പോർട്ടുള്ള സീറ്റാണ്, നല്ല വീതിയിൽ വരുന്ന നല്ല സപ്പോർട്ടുള്ള. പുറകിലെ സീറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ല. ബാക്ക് സീറ്റ് റെസ്റ്റ് വരുന്നുണ്ട്. സീറ്റ് റെസ്റ്റൂടെ നല്ല കംഫർട്ടാണ് വണ്ടി. അപ്പോൾ ഈ സീറ്റിൽ ഇരുന്ന് ശരിക്കും ഒരു കാറിൽ നിന്ന് യാത്ര സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു പക്ക ഒരു ക്രൂസർ വണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തി. ക്രൂസർ വണ്ടിക്ക് ഏറ്റവും ഉണ്ടെന്ന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോർക്കാണ്, മീറ്ററിൻ്റെ ടോർക്കാണ്. അതുമാതിരി തന്നെ ഹാൻഡ്ലിംഗ് ആണ്, പിന്നെ ബ്രേക്കിംഗ്, അതേമാതിരി ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും, അത് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാനും കഴിയാമെന്നുള്ളത്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കാർ ഓടിക്കുന്നവർ ബൈക്ക് ഓടിക്കാൻ പറ്റുക, അതാണ് ക്രൂസർ വണ്ടി. അപ്പോൾ അത് റോയൽ എൻഫീൽഡിലേക്ക് വന്നപ്പോൾ സംഭവിച്ചേക്ക് നോക്കുക, ഇത്ര ഷോർട്ടായി. അതായത് ഒരു മിനിയേച്ചർ ക്രൂസർ വണ്ടിയുടെ മിനിയേച്ചറാണ് ആദ്യം റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ്. ഫോർവേഡ് കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കൂടെ സാധാ ക്ലാസിക്കിനേക്കാളും കുറച്ചുകൂടെ ഫോർവേഡായിട്ടാണ് ഇതിൻ്റെ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേമാതിരി ഹാൻഡിൽ ബാർ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഹാൻഡിൽ ബാർ എന്നുള്ളത് ഷോർട്ടായിട്ട് ക്ലാസിക്കിന് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നു. സ്റ്റാൻഡേർഡ് ആകുമ്പോൾ കുറച്ച് ഹൈറ്റായിട്ട് വരുന്നു. തണ്ടർബേർഡ് ആകുമ്പോൾ ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് വന്ന തണ്ടർബേർഡ് മാത്രമേ ഹാൻഡിൽ ബാർ ഇത്രയും ഒരു ക്രൂസർ എന്ന പക്കാ ക്രൂസർ സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹാൻഡ്ലിംഗ് പൊസിഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് തണ്ടർബേർഡിൽ നമുക്ക് ഫസ്റ്റ് പിന്നെ ജനറേഷൻ തണ്ടർബേർഡിൽ ഓലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വന്നേക്കുന്ന സൂപ്പർ മെറ്റിയോറിലാണ്. സൂപ്പർ മെറ്റിയോർ കുറച്ചുകൂടെ ഹാൻഡിൽ ബാർ ആവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്രത്തോളം ആ ഒരു ക്രൂസിങ് ഇതെനിക്ക് തോന്നുന്നില്ല. പിന്നെ ക്രൂസർ വണ്ടിക്ക് മെയിൻ ഹെഡ്ലൈറ്റ് നല്ല പവറുമാണ്. LED ഹെഡ്ലൈറ്റ് ഒരിക്കലും സക്സസ് അല്ല. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും യെല്ലോ ഷെയ്ഡ് വരുന്ന ലൈറ്റേ നമുക്ക് രാത്രിയിലും, അതായത് റെയിനി സീസണിലും ഏത് സീസണിലും കറക്റ്റായി റോഡ് കണ്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. LED വൈറ്റ് ലൈറ്റ് എന്നുള്ളത് കാണുന്നവർക്ക് കണ്ണിൽ പതിക്കുമെന്നുള്ള ശരിക്കും ബ്ലാക്കിഷ് ജസ്റ്റ് റോഡൊന്ന് വെച്ചായി കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റില്ല. മൈനസ് കൂടെ LED ലൈറ്റ് നല്ല ഹാലോജൻ തന്നെയാണ്. അതും നമ്മൾ അറിഞ്ഞു വെക്കുക റൈഡിങ്ങിന്, ലോങ് റൈഡിങ്ങിന് കേട്ടോ. പിന്നെ ഇതാണ് തണ്ടർബേർഡ് വരുന്നത്. അപ്പോൾ ഇത് നോക്കുക, അത്യാവശ്യം ആ ഒരു രീതിയിൽ ഫോർവേഡ് കൺട്രോൾ വെച്ചാൽ സൂപ്പർ മെറ്റിയോറിൽ കുറച്ചും കൂടെ ഒന്ന് ഫോർവേഡായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ മെറ്റിയോർ കാണിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഫോർവേഡായിട്ടാണ് നമ്മൾ ബ്രേക്ക് കൊടുത്തേക്കുന്നത്. അതുമാതിരി തന്നെ
പിന്നെ ഹാൻഡിൽ ബാർ ഈ ഒരു സെഗ്മെൻറ്റ് തണ്ടർപടി സെഗ്മെൻറ്റിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഷോർട്ടൻ ആക്കിയിട്ട് സ്പോർട്സ് സ്റ്റേഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വണ്ടി. അതായത് ഒരു സെമി ക്രൂസർ എന്ന സെഗ്മെൻറ്റിലേക്കാണ് തണ്ടർപടി എക്സൽ ഉപയോഗിക്കുന്നത്. അതേമാതിരി മെറ്റ്യൂർ വന്നപ്പോൾ സെമി ക്രൂസറിന് മാത്രമേ വരെ നമുക്ക് പറ്റുള്ളൂ. സൂപ്പർ മെറ്റ്യൂർ കുറച്ചും കൂടെ ഒന്ന് അതിനേക്കാളൊക്കെ ഒന്ന് സെൻറ്റിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ മെറ്റ്യൂറിൽ ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് ഇപ്പം ചെറിയൊരു മൈനസായി വന്നിട്ടുള്ള ക്രൂസർ വണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതാണ് വാസ്തവം. അപ്പോൾ ഇതാണ് ഈ സെഗ്മെൻറ്റിലുള്ള 2 വാഹനങ്ങൾ. ക്രൂസർ വണ്ടി എന്താ എന്നുള്ളത് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇപ്പം ക്രൂസർ വണ്ടി ഇപ്പോൾ നിലവിൽ ദിവസം എത്തിയിടാൻ 350 വണ്ടി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. അത് ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് പെട്ടിയുമായി പോയ വണ്ടിയാണ്. കാരണം നമ്മൾ 100% കോമ്പറ്റീറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കും. അതിലുള്ള ബ്രാൻഡിങ് അത്രത്തോളം ജോസ്മിനെത്തില്ല. കൊറിയൻ വണ്ടിയാണ്. കൊറിയൻ വാഹന ഭീമനാണ് ജനകി എന്ന ബ്രാൻഡാണ്. പക്ഷേ വീട്ടിൽ എഞ്ചിനാണെങ്കിലും കൂടെ പിടിച്ചേക്കാൻ പറ്റിയില്ല. അത്യാവശ്യം കുറച്ച് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും പിന്നെ ഇതിൻ്റെ C7 എന്ന വണ്ടി ഫാക്ടറി ഓടിക്കുന്ന ഇതിൻ്റെ വണ്ടിയാണ്. എന്നാലും അതിലോടത്തിൻ്റെ അത്ര പഞ്ച് നമുക്ക് ചെയ്താലും അതൊന്നും ഫീൽ ചെയ്യില്ല. എങ്കിലും കൂടെ ഒരു ക്രൂസർ സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോൾ പക്ക സ്മൂത്താണ് വണ്ടി. എഞ്ചിൻ നോയ്സ് ഒന്നുമില്ല. അതായത് സൂപ്പർ മെറ്റ്യൂറിനൊക്കെ തന്നെ വണ്ടി പക്ക സ്മൂത്താണ്. പിന്നെ ഹീറ്റിംഗ് അത്രത്തോളം എഫക്റ്റ് ആവില്ല. നമ്മുടെ ബോഡിയിലേക്ക് ഹീറ്റിംഗ് ടൈസിലേക്ക് ഹീറ്റിംഗ് തീരെ വരില്ല എന്നുള്ളൊരു വണ്ടി നെറ്റിൻ്റെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡബിൾ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ സസ്പെൻഷനൊക്കെ ഫ്രണ്ട് സസ്പെൻഷനൊക്കെ സ്പോർട്ടൊക്കെ USD ആണ്. ടൈറ്റ് ഡൗൺ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. സ്കൂളിൻ്റെ ടെൻഷനും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബ്രേക്കും അതേമാതിരി നമുക്ക് അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ബ്രേക്കിൻ്റെ പെഡൽ അഡ്ജസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ABS ഇല്ല. ആ ഒരു സമയത്ത് ABS വന്നില്ലായിരുന്നു. ABSൻ്റെ വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്ക് ABSയുടെ പ്രാധാന്യമില്ല. ഞാൻ പറഞ്ഞത് പമ്പ് ചെയ്ത് ബ്രേക്ക് പിടിക്കാമെന്നുള്ളതാണ്. ബ്രേക്ക് പിടിക്കുക എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം. ഫ്രണ്ട് ബ്രേക്ക് ഒന്നിച്ച് പിടിക്കുക. പിന്നെ സഡനായിട്ട് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് പമ്പ് ചെയ്ത് പിടിക്കുക. അതൊക്കെയാണ് ABS. പിന്നെ മാനുവൽ ABS. അപ്പോൾ അത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഈ 2 വണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തി. അപ്പം ക്രൂസർ എന്ന വണ്ടി എന്താണെന്നുള്ള ശരിക്കും കാണിച്ചു തരാനുള്ളത്. ക്രൂസർ എന്ന ഇന്ത്യയിൽ ക്രൂസർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി വരുമായിരിക്കും. അതൊക്കെ ക്രൂസറൊക്കെ ഇനി ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിൽ കടന്നു പോകുന്നുള്ളൂ. പിന്നെ ടൗൺ ഒരു കാലത്ത് ക്രൂസർ വണ്ടികൾ വെള്ളമാണ് ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ അത് കാലത്തിന് മുമ്പേ ഇന്ത്യയിലേക്ക് വന്നുള്ളത് കൊണ്ട് തന്നെ പൊട്ടിമടക്കി പോകേണ്ടി വന്നു. രണ്ടാമത് ആ വണ്ടി സ്റ്റെപ്പായിട്ട് വണ്ടി കൂടിക്കൊണ്ട് വരികയാണ്. CC കൂടി വരികയാണ്. പവർ BSP കൂടി വരികയാണ്. അതേമാതിരി ക്രൂസർ സെഗ്മെൻറ്റിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോ ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.